ഡിറ്റുവ ചുഴലിക്കാറ്റിനെ തുടർന്ന് ചെന്നൈയിൽ കനത്ത മഴ. 7 മണിക്കൂറായി മഴ തുടരുകയാണ്. നഗരത്തിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. മനേഷ് മൂർത്തിയാണ് വിശദാംശങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നത്. മനേഷ്, ഈ ഡിറ്റുവ ചുഴലിക്കാറ്റ് ഒരു തീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ചെന്നൈയിൽ പലയിടത്തും കനത്ത മഴയും ചെറിയ കാറ്റും എന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ടായിരുന്നു. അത് ഈ പകൽ മുഴുവൻ നഗരത്തിൽ മഴ എന്ന നിലയിലേക്ക് മാറിയോ കാര്യങ്ങൾ? വിജയകുമാർ, ഇപ്പോൾ ഒരു 15-20 മിനിറ്റായി മഴയില്ല. നേരത്തെ ഒരു 8 മണിയോടുകൂടി, രാവിലെ ഒരു 8 മണിയോടുകൂടി തുടങ്ങിയ മഴയാണ് ചെന്നൈയിൽ. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ നഗരത്തിലെ പലയിടങ്ങളിലും ഈ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മളുള്ളത് മൈലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെയുള്ള വിവേകാനന്ദ കോളേജിന്റെ ഭാഗത്താണ് നമ്മളുള്ളത്. ഇവിടെ ഈ ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ട് ഏകദേശം 1 മണിക്കൂറിലധികം കഴിഞ്ഞിരിക്കുന്നു. കാരണം വെള്ളം പോകാനുള്ള ഒരു മഴയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു കാര്യം. എന്തായാലും നിലവിൽ ഒരു 20 മിനിറ്റായി മഴയില്ല. പക്ഷേ മഴ തുടരാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ചെന്നൈയിലുള്ളത്. ഇവിടെ ഈ പറഞ്ഞ മൈലാപ്പൂർ മാത്രമല്ല, ടി നഗർ പോലുള്ള, പെരമ്പൂർ പോലുള്ള മേഖലകളിലെല്ലാം പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ, അതായത് ഇന്നലെ ഇത് ഡിറ്റുവ ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി മാറിയതിന് ശേഷം അലർട്ടുകളെല്ലാം തന്നെ പിൻവലിച്ചിരുന്നു. തിരുവള്ളൂരിൽ ഇന്ന് ഒരു ദിവസത്തെ യെല്ലോ അലർട്ട് മാത്രമാണ് തിരുവള്ളൂരിൽ മാത്രമായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ രാവിലെയോട് കൂടി കാര്യങ്ങളൊക്കെ മാറി. രാവിലെ മുതൽ ചെന്നൈയും രാവിലെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ടിലേക്ക് മാറി. പിന്നീടത് ചെന്നൈയിൽ ഓറഞ്ച് അലേർട്ടിലേക്ക് മാറുന്ന ഒരു നിലയിലേക്ക് വന്നു. ചെന്നൈയിലും തിരുവള്ളൂരിലും ഓറഞ്ച് അലേർട്ടാണ്. 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ രീതിയിലേക്ക് അലേർട്ടുകളെല്ലാം തന്നെ മാറുന്നുണ്ട്. ചെന്നൈയിൽ നിന്ന് നിലവിൽ 50 കിലോമീറ്റർ അകലെയാണ് ഈ തീവ്ര ന്യൂനമർദ്ദമുള്ളത്, ചെന്നൈ തീരത്ത് നിന്നും. അത് ഇന്ന് രാത്രിയോടുകൂടി ന്യൂനമർദ്ദമായി മാറും, ദുർബലപ്പെടും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. എന്നാൽ ആ ഒരു സമയം വരെ മഴയും ശക്തമായ കാറ്റും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. 65 കിലോമീറ്റർ വരെ വേഗത്തിൽ തീരദേശ മേഖലകളിൽ കാറ്റടിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു ജാഗ്രതാ നിർദ്ദേശം എന്ന് പറയുന്നത്. ആ രീതിയിലാണ് എന്തായാലും കാര്യങ്ങൾ. നമ്മൾ ഇന്നിപ്പോൾ രാവിലെ പോയ പലയിടങ്ങളിലും ശക്തമായ കാറ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഈ ന്യൂനമർദ്ദമായി ദുർബലപ്പെടുന്നത് വരെ അത് തുടരും എന്നതാണ് പറയുന്നത്. എന്തായാലും നാളെയും സമാനമായ രീതിയിലുള്ള ഒരു അവസ്ഥ തന്നെ ആയിരിക്കും ഈ തീരദേശ മേഖലകളിൽ എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ. ശ്രീലങ്കയിൽ നമുക്കറിയാം, ശ്രീലങ്കയിലാണ് ഡിറ്റുവ ചുഴലിക്കാറ്റ് ഏറ്റവും അധികം നാശം വിതച്ചത്. അവിടെ 334 ആയിരിക്കുന്നു മരണം എന്നുള്ളതാണ്. 334 മരണം, 370 പേരെ അവിടെ കാണുന്നില്ല. ഏകദേശം 11 ലക്ഷത്തോളം, 3 ലക്ഷത്തോളം കുടുംബങ്ങളിലെ 11 ലക്ഷത്തോളം ആളുകളെയാണ് ഡിറ്റുവ ചുഴലിക്കാറ്റ് ശ്രീലങ്കയിൽ ബാധിച്ചിരിക്കുന്നത്. അവിടെ NDRFന്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ പലയിടങ്ങളിലേക്കും ഇപ്പോഴും എത്തിപ്പെടാൻ കഴിയുന്നില്ല. 25 ജില്ലകളെയാണ് ഡിറ്റുവ ചുഴലിക്കാറ്റ് സാരമായി ശ്രീലങ്കയിൽ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇവിടെ ചെന്നൈയിലും തമിഴ്നാടിന്റെ തീരദേശ മേഖലകളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാറ്റിന്റെ അലേർട്ടുകൾ എല്ലാ ജില്ലയ്ക്കും നൽകിയിട്ടുണ്ട്. പക്ഷേ ചെന്നൈ ഈ മഴയുമായി ബന്ധപ്പെട്ടുള്ള അലേർട്ടുകൾ ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു നിലയാണ് ഉള്ളത്. രാവിലെ യെല്ലോ അലേർട്ട് മാത്രമായിരുന്നു ഒരു ജില്ലയിൽ. പിന്നീട് അത് 9 ജില്ലകളിലേക്ക് യെല്ലോ അലേർട്ടായി. പിന്നീട് അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ചെന്നൈ ഉൾപ്പെടെ 2 ജില്ലകളിലേക്ക് ഓറഞ്ച് അലേർട്ടായി മാറുന്ന ഒരു നിലയുമുണ്ടായി. അങ്ങനെയാണ് എന്തായാലും കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ 2 മണിക്കൂർ നേരത്തേക്കുള്ള അലേർട്ടുകൾ വരുമ്പോൾ പലയിടത്തും ഓറഞ്ച് അലേർട്ടിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന ഒരു നിലയുണ്ട്. കാറ്റാണെങ്കിലും 65 കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കുമെന്നുള്ള എന്തൊരു ജാഗ്രതയാണ്, എന്തായാലും ജാഗ്രതാ നിർദ്ദേശമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. വിജയകുമാർ, ശരി. കഴിഞ്ഞ ഏതാണ്ട് 7 മണിക്കൂറായി ശക്തമായ മഴ ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്. പക്ഷേ നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മഴ തുടരാനാണ് സാധ്യത. ഈ പുതിയ മുന്നറിയിപ്പുകളൊന്നും വന്നിട്ടില്ലെങ്കിലും നിലവിൽ മഴ തുടരും എന്ന് തന്നെയാണ് സൂചന. ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും അങ്ങനെ നഗരത്തിൽ പലയിടത്തും മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. 1-2 ദിവസത്തെ കൂടി തീവ്രമായ മഴ തുടരും. ആ ചുഴലിക്കാറ്റ് ഒരു തീവ്ര ന്യൂനമർദ്ദമായി ഇപ്പോഴും അതിന്റെ പ്രഭാവം തുടരുകയാണ്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.